അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയപ്പെട്ട QVP പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥം പാരായണം ചെയ്യാനും പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ സൂറത്തുൽ അഹ്സാബ് 5 ആയത്തുകളാണ് നമ്മളിതുവരെ പഠിച്ചത്. അടുത്ത ആയത്തിലായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നമുക്ക് ആയത്തൊന്ന് പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله من المؤمنين والمهاجرين إلا أن تفعلوا إلى أوليائكم معروفا كان ذلك في الكتاب مسطورا. ആ ആയത്തിൻ്റെ വാക്കർത്ഥം നമുക്കൊന്ന് പഠിച്ചു നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം, മിൻ അൻഫുസിഹിം, അവരുടെ സ്വദേഹങ്ങളെക്കാൾ അവർക്ക് കാര്യം അവർ പരിഗണിക്കുന്നത്, അവർ ഏറ്റവും ഒന്നാമതായി കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വ അസ്വാജുഹു ഉമ്മഹാത്തുഹും, പ്രവാചകന്റെ പത്നിമാർ ആ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. വ ഉലുൽ അർഹാമി, രക്തബന്ധത്തിലുള്ള ആളുകൾ. ബഅ്ദുഹും ഔലാ ബി ബഅ്ദിൻ, രക്തബന്ധത്തിലുള്ള ആളുകൾ പരസ്പരമാണ് ഏറ്റവും കൂടുതൽ ഒന്നാമതായിട്ടുള്ളത്. അത് ഏത് കാര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ. മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ, മുഅ്മിനീങ്ങളിൽപ്പെട്ട മുഹാജിരീങ്ങളിൽപ്പെട്ട രക്തബന്ധത്തിലുള്ള ആളുകളാണ് പരസ്പരം കൂടുതൽ അടുപ്പമുള്ളത്, കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടത്. ഇല്ലാ അൻ തഫ്അലൂ ഇലാ ഔലിയാഇക്കും മഅറൂഫ, എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വലിയകൾക്ക്, നിങ്ങളുടെ അടുത്ത ആളുകൾക്ക്, കൂട്ടുകാർക്ക്, രക്തബന്ധത്തിൽ ഇല്ലാത്ത ആളുകളാണെങ്കിലും അവർക്ക് മഅറൂഫ്, നന്മ ചെയ്യുന്നത് ഇതിൽ പെട്ടതല്ല. അത് പുറത്താണ്, അത് ഇവിടെ ഈ നിയമത്തിൽ ബാധകമല്ല എന്നാണ് അവിടെ പറയുന്നത്. നമുക്ക് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. കാന ദാലിക, ആ ഒരു കാര്യം, ആ ഒരു നിയമം, ഫിൽ കിതാബി, വേദഗ്രന്ഥത്തിൽ, മസ്തൂറ, രേഖപ്പെടുത്തപ്പെട്ടതാകുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആയത്തിൽ എണ്ണി പറയുകയാണ്. ഒന്നാമതായിക്കൊണ്ട് അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വദേഹങ്ങളെക്കാൾ വലുത് അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഒരുപാട് ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും അള്ളാഹു നമ്മെ പഠിപ്പിച്ചൊരു കാര്യമാണ്. എല്ലാ തരത്തിലും നമ്മുടെ വികാരങ്ങളെക്കാൾ, നമ്മുടെ ഇച്ഛകളെക്കാൾ, നമ്മുടെ ബുദ്ധിയേക്കാൾ, നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ എല്ലാം നമ്മൾ മുന്തിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവിടുത്തെ സംരക്ഷണത്തെയാണ്, അവിടുന്ന് നമ്മോട് കൽപ്പിച്ച കൽപ്പനകളെയാണ്, അവിടുന്ന് നമ്മോട് വിരോധിച്ച വിരോധങ്ങളെയാണ് നമ്മൾ നമ്മുടെ ഇച്ഛകളെക്കാളും നമ്മുടെ ആഗ്രഹങ്ങളെക്കാളും മറ്റെന്തിനേക്കാളും എല്ലാ തരത്തിലും ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഏറ്റവും വലുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തൻ്റെ മക്കളെക്കാൾ, തൻ്റെ പിതാവിനേക്കാൾ, മറ്റെല്ലാ മനുഷ്യരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും പ്രിയങ്കരമാകുന്നത് വരെ നമ്മളിൽ ആരും മുഅ്മിനീങ്ങളാവുകയില്ല എന്ന്, പൂർണ്ണമായ ഈമാൻ കൈക്കൊണ്ടവരാവുകയില്ല എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രവാചകനിലേക്ക് വന്ന് പറഞ്ഞല്ലോ, പ്രവാചകരെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താങ്കളാണ്. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, പോരൻ ഉമറെ, സ്വന്തം ദേഹത്തേക്കാൾ ഞാൻ പ്രിയപ്പെട്ടതാകുന്നത് വരെ, എന്നെ സ്വന്തം ദേഹത്തേക്കാൾ ഇഷ്ടപ്പെടുന്നത് വരെ
ഒരിക്കലും മുഅ്മിനാവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തിരുത്തി, അതേ പ്രവാചകരെ, എന്നാൽ ഇപ്പോൾ മുതൽ എൻ്റെ ദേഹത്തേക്കാൾ പ്രവാചകരെ താങ്കളെയാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അൽ ആനയ ഉമർ, ഇപ്പോഴാണ് ഉമറെ ഈമാൻ പൂർത്തിയായത് എന്നുള്ളത്. അതുപോലെ വേറെയും ഒരുപാട് ഹദീസുകൾ, നമുക്ക് ആയത്തുകൾ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സന്ദർഭത്തിൽ പറഞ്ഞു, അന ഔലാ ബി കുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി. ആയത്തിൽ പറഞ്ഞ അതേ ആശയം തന്നെ. സ്വന്തം ദേഹത്തേക്കാൾ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് അവൻ ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് പ്രവാചകൻ മറ്റൊരു നിയമം അവിടെ പറയുകയാണ്. അതിലേക്കാണ് നമ്മൾ വിരൽ ചൂണ്ടാൻ ഉദ്ദേശിക്കുന്നത്. ഫഅയ്യുമാ റജുലിൻ മാത വതറക ദൈനൻ, ഏതെങ്കിലും ഒരു സത്യവിശ്വാസിയായ വ്യക്തി മരണപ്പെടുകയും വല്ല കടവും ബാക്കി വെച്ചാൽ ഫഇലയ്യ, അത് ഞാനാണ് ആ കടം വീട്ടാൻ ഏറ്റവും അർഹമായിട്ടുള്ളത്, ഞാനാണ് അവർക്ക് ആ കടം വീട്ടി കൊടുക്കുക എന്നുള്ളതാണ്. വമൻ തറക മാലൻ ഫലിവറസതിഹി, എന്നാൽ എന്തെങ്കിലും സമ്പത്തോ മറ്റോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും എനിക്കാണ് എന്നല്ല, എന്തെങ്കിലും സമ്പത്തോ മറ്റോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾക്ക് പോകുന്നതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബാധ്യത കടമോ മറ്റോ ബാക്കിയുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിച്ചിരുന്ന മക്കളും ഭാര്യയുമൊക്കെ ആയിട്ടുള്ള മറ്റാരും ചെലവിന് കൊടുക്കാത്ത ആളുകളായി ആരെങ്കിലും ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഞാനാണ് ഏറ്റെടുക്കുന്നത് എന്ന് നമ്മുടെ പ്രവാചകൻ ആദരവായ മുത്തു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യ കാലഘട്ടങ്ങളിൽ കടം ബാക്കിയാക്കി വെച്ച് മരണപ്പെട്ട ആളുകളുടെ മേൽ മയ്യിത്ത് നിസ്കരിക്കുമായിരുന്നില്ല. അതെന്തിനാണെന്ന് വെച്ചാൽ ആ കടത്തിൻ്റെ ഗൗരവം ജനങ്ങളുടെ മനസ്സിൽ കുടികൊള്ളാൻ വേണ്ടി, അവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ആരെങ്കിലും ഇയാളുടെ കടം വീട്ടിയാൽ മാത്രമേ ഞാൻ നിസ്കരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് പ്രവാചകൻ മാറി നിൽക്കും. അപ്പോൾ എല്ലാവരും അവരവരുടെ കടം പെട്ടെന്ന് തീർക്കുന്ന ഒരവസ്ഥയിലേക്ക് മുസ്ലിമീങ്ങൾ മാറുകയുണ്ടായി പ്രവാചകൻ്റെ ആ ഒരു പ്രവർത്തനത്തിലൂടെ. അപ്പോൾ ആ കടത്തിൻ്റെ ഒരു ഗൗരവത്തെ പ്രവാചകൻ ആദ്യം പഠിപ്പിക്കുകയാണ്. എന്നാൽ പിന്നീട് ഇസ്ലാമിലേക്ക് ഒരുപാട് സമ്പത്തുകൾ ഗനീമത്ത് സ്വത്തായും മറ്റ് ജിസിയായും ആയിക്കൊണ്ടൊക്കെ ഇസ്ലാമിലേക്ക് ഒരുപാട് സമ്പത്ത് ഒഴുകി വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനീങ്ങളിൽ വെച്ച് കടം ബാക്കിയാക്കിക്കൊണ്ട് മരണപ്പെട്ട ആളുകളുടെ കടം പ്രവാചകൻ വീട്ടും എന്നാണ് പ്രവാചകൻ പിന്നീട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പ്രവാചകൻ ആദ്യകാലത്ത് കടം കൊടുക്കാൻ ഉള്ള ആളുകളുടെ മയ്യിത്ത് നിസ്കാരത്തിൽ നിന്ന് മാറി നിന്നത് അതിൻ്റെ ഗൗരവം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അത് മുസ്ലിമീങ്ങൾക്ക് മനസ്സിലായതോടുകൂടി പിന്നീട് ഇസ്ലാമിലേക്ക് ഒരുപാട് സമ്പത്ത് ഒഴുകി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ അവരുടെ കടങ്ങൾ വീട്ടുന്നൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമതായി കണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅസ്വാജുഹു ഉമ്മഹാതുഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിമാർ മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ് പ്രവാചകന്റെ പത്നിമാരെന്ന് വിശേഷിപ്പിച്ചത്. നമ്മൾ ആയിഷ ബീവിയെക്കുറിച്ചും പ്രവാചകന്റെ മറ്റ് പത്നിമാരെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ടല്ലോ, ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് റളിയല്ലാഹു അൻഹ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അള്ളാഹു ആണ് ഇവിടെ പ്രവാചകന്റെ പത്നിമാരെ മുഅ്മിനീങ്ങളുടെ ഉമ്മയായിക്കൊണ്ട് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആ ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ആദരവും ബഹുമാനവും നമ്മൾ ഖിയാമത്ത് നാൾ വരെ പ്രവാചകന്റെ പത്നിമാർക്ക് വകവെച്ച് കൊടുക്കണമെന്നുള്ളതാണ് അള്ളാഹു പഠിപ്പിക്കുന്നത്. യാതൊരു തരത്തിലും പ്രവാചകന്റെ പത്നിമാർക്കെതിരെ നമ്മൾ സംസാരിക്കാനോ അവരെ വില കുറച്ച് കാണുന്നൊരു തരത്തിലേക്കൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കൂടാ. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം നമുക്കറിയാം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കെതിരെ അതുപോലെ തന്നെ ഹഫ്സ റളിയല്ലാഹു അൻഹക്കെതിരെയൊക്കെ വളരെ മോശമായ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ നമ്മുടെ മുസ്ലിം എന്ന് പറയുന്ന മുസ്ലിങ്ങളിലൊരു വിഭാഗം എന്ന് തന്നെ പറയുന്ന ചില ആളുകൾക്കിടയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കേവലം ആദരവ് ബഹുമാനം എന്നുള്ളതിലപ്പുറം ഉമ്മമാർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആ പ്രവാചകന്റെ പത്നിമാരെ മറ്റാർക്കും വിവാഹം ചെയ്യാനും പാടില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ വളരെ ചെറുപ്പപ്രായത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെടുന്നത്. അതിനുശേഷവും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് വർഷം ജീവിച്ചു.
പക്ഷെ അപ്പോഴൊക്കെ മുഅ്മിനീങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ ഒരു ഉമ്മയായിട്ട് ആ ഒരു ആദരവിൽ, അതുപോലെ തന്നെ പ്രവാചകന് ശേഷം വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമത്തിലും ആയിഷ ബീവിയെ മുഅ്മിനീങ്ങൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത്, അതിൻ്റെ മുമ്പ്, ആ മൂന്നാമത്തെ കാര്യം പറയുന്നതിന് മുമ്പ് നാം പ്രവാചകൻ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നൊരു ചരിത്ര പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെറുതായി ഒന്ന് സൂചിപ്പിച്ചിരുന്നു. ഹിജ്റ കഴിഞ്ഞ് വന്നപ്പോൾ പ്രവാചകൻ മുഹാജിരീങ്ങൾക്കും അൻസാരികൾക്കുമിടയിൽ മുആഖാത്ത് ഉണ്ടാക്കിയിരുന്നു, സാഹോദര്യം സ്ഥാപിച്ചിരുന്നു. ആ സാഹോദര്യത്തിൻ്റെ പ്രത്യേകത, ആദ്യ കാലഘട്ടത്തിൽ മുഹാജിറുകൾ സ്വന്തം വീടും കുടിലും എല്ലാ സമ്പത്തും ഉപേക്ഷിച്ചിട്ടാണ് മദീനയിലേക്ക് വന്നത്. അവരുടെ കയ്യിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ദീനിനു വേണ്ടി സകലതും അർപ്പിച്ച് വന്നവരാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇസ്ലാമിൽ അനന്തരാവകാശ നിയമമാക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മുഹാജിറുകൾ അൻസാരികളിൽ നിന്ന് അനന്തരമെടുക്കാറുണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിൽ അൻസാരികളും മുഹാജിറുകളും തമ്മിൽ പ്രവാചകൻ സാഹോദര്യം ഉണ്ടാക്കിയല്ലോ. അപ്പോൾ ആ ആളുകൾ തമ്മിൽ അനന്തരാവകാശത്തിൽ വരെ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അനന്തരാവകാശം വരെ സ്വീകരിക്കുന്ന ഒരു നിയമം ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഇസ്ലാമിൻ്റെ അനന്തരാവകാശ നിയമം അള്ളാഹു ഇറക്കിയതോടുകൂടി അത്തരത്തിൽ കുടുംബബന്ധത്തിലൂടെ അല്ലാതെയുള്ള ഒരു അനന്തരാവകാശം അള്ളാഹു അവിടെ നിർത്തിവെക്കുകയാണ്. അപ്പോൾ ആ ഒരു അനന്തരാവകാശം മുഹാജിറുകൾ അൻസാരികളിൽ നിന്ന് സ്വീകരിച്ചിരുന്ന ആ ഒരു അനന്തരാവകാശത്തെ നസ്ഖ് ചെയ്തുകൊണ്ട്, ആ ഒരു നിയമത്തെ എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരായത്താണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, വഉലുൽ അർഹാമി ബഅ്ദുഹും ഔലാ ബിബഅ്ദിൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ, അള്ളാഹുവിൻ്റെ നിയമത്തിൽ രക്തബന്ധമുള്ള ആളുകളാണ് അനന്തരാവകാശം എടുക്കാൻ കൂടുതൽ അർഹരായിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു അവിടെ പറഞ്ഞു, മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ. സത്യവിശ്വാസികളിലും മുഹാജിറുകളിലും പെട്ട അവർ ഹിജ്റ ചെയ്ത് വന്നു, എല്ലാം ഉപേക്ഷിച്ച് വന്നു, സത്യവിശ്വാസത്തിൽ എന്നോട് വളരെ അടുത്തൊരു കൂട്ടുകാരനാണ് എന്നൊന്നും പറഞ്ഞ് അനന്തരാവകാശം പോവുകയില്ല. മറിച്ച് രക്തബന്ധത്തിലൂടെ മാത്രമേ മുഅ്മിനീങ്ങൾ തമ്മിൽ അനന്തരാവകാശം പോവുകയുള്ളൂ എന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അവിടെ മുഅ്മിനീങ്ങൾ എന്ന് അള്ളാഹു മുഅ്മിനീൻ എന്ന് പ്രയോഗിച്ചതിലൂടെ മുഅ്മിനുകൾ തമ്മിൽ മാത്രമേ, സത്യവിശ്വാസികൾക്കിടയിൽ മാത്രമേ, കുടുംബബന്ധത്തിലാണെങ്കിലും സത്യവിശ്വാസികൾക്കിടയിലൂടെ മാത്രമേ അനന്തരാവകാശം പോവുകയുള്ളൂ എന്നുള്ള ഇസ്ലാമിലെ നിയമം കൂടി അള്ളാഹു അവിടെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യരിസുൽ മുഅ്മിനുൽ കാഫിറ വലൽ കാഫിറുൽ മുസ്ലിം. ഒരു സത്യവിശ്വാസി ഒരു കാഫിറിൽ നിന്ന്, ഒരു അവിശ്വാസിയിൽ നിന്ന് അനന്തരമെടുക്കുകയില്ല. ഒരവിശ്വാസി ഒരു സത്യവിശ്വാസിയിൽ നിന്നും അനന്തരമെടുക്കുകയില്ല. പിതാവ് ഒരു സത്യവിശ്വാസിയല്ല, അവിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനന്തരാവകാശം മക്കൾക്കെടുക്കാൻ സാധിക്കുകയില്ല. ഇനി പിതാവ് സത്യവിശ്വാസിയാണ്, മക്കളിൽ ആരെങ്കിലും അവിശ്വാസിയുണ്ട്, കാഫിറുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും അനന്തരാവകാശം പോവുകയില്ല എന്നുള്ളൊരു നിയമം കൂടി ഇവിടെ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അള്ളാഹു അനന്തരാവകാശമില്ല എന്ന് കരുതി നിങ്ങൾ പരസ്പരം ചെയ്യുന്ന നന്മകൾ അത് നിങ്ങൾ നിർത്തിവെക്കേണ്ടതില്ല എന്നുള്ളത് കൊണ്ട് അള്ളാഹു പറഞ്ഞു, ഇല്ല അൻ തഫഅലു ഇലാ ഔലിയാഇക്കും മഅറൂഫ. എന്നാൽ നിങ്ങൾ പരസ്പരം ചെയ്യുന്ന മഅറൂഫുകൾ, നന്മകൾ, അതിന് ഈ ഒരു നിയമത്തിൽ ബാധകമല്ല. നിങ്ങൾ മുഹാജിറുകൾക്കോ നിങ്ങളുടെ കുടുംബബന്ധത്തിലല്ലാത്ത ആളുകൾക്കോ വല്ല നന്മകളും ഒന്നും ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുകയാണ്. കാന ദാലിക ഫിൽ കിതാബി മസ്തൂറ. അത് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു നിയമമാകുന്നു ഈ ഒരു അനന്തരാവകാശത്തിൻ്റെ അള്ളാഹു രണ്ടാമതായി പഠിപ്പിച്ച നിയമം എന്നുള്ളത്. അപ്പോൾ ഇനി ഒരിക്കലും ആ ഒരു നിയമം നീങ്ങിപ്പോവുകയില്ല. അള്ളാഹു ഇസ്ലാമിൽ അനന്തരാവകാശ നിയമമായി എന്താണോ പഠിപ്പിച്ചത് അതായിരിക്കും ഇനി ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് പാലിക്കേണ്ടതായിട്ടുള്ള നിയമം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ പല ഭാഗങ്ങളിലും ഇന്നും മരുമക്കത്തായം പിന്തുടരുന്ന ആളുകൾ ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ മരുമക്കത്തായം എന്നുള്ളതും, അതുപോലെ തന്നെ അവകാശികൾക്ക് കൃത്യമായ അവകാശങ്ങൾ കിട്ടാതിരിക്കാൻ പല കള്ളത്തരങ്ങളും രേഖകളിലും മറ്റും കാട്ടുന്നവരുമൊക്കെ അള്ളാഹുവിൻ്റെ നിയമത്തിനെതിരെ ആണ് പ്രവർത്തിക്കുന്നത് എന്നും അത് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നുള്ള വമ്പിച്ച ശിക്ഷക്ക് കാരണമാകുമെന്നൊക്കെ ഇതിൻ്റെ വിശദീകരണത്തിൽ അമാനി മൗലവി റഹിമഹുല്ല നമ്മെ ഉണർത്തുന്നുണ്ട്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അള്ളാഹു പറയുന്നു, وَإِذْ أَخَذْنَا مِنَ النَّبِيِّينَ مِيثَاقَهُمْ وَمِنْكَ وَمِنْ
نوح وإبراهيم وموسى وعيسى ابن مريم وأخذنا منهم ميثاقا غليظا ليسأل الصادقين عن صدقهم وأعد للكافرين عذابا أليما. അല്ലാഹു സുബ്ഹാനഹു വതആല പിന്നീട് പറയുകയാണ്, വഇദ് അഖദ്ന, നാം സ്വീകരിച്ച, നാം എടുത്ത ഒരു സന്ദർഭം നീ ഓർക്കുക. മിനൻ നബിയ്യീന മീസാഖഹും, നബിമാരിൽ നിന്ന്, അമ്പിയാക്കളിൽ നിന്ന്, അവരിൽ നിന്നൊരു കരാർ അള്ളാഹു വാങ്ങിയ ഒരു സന്ദർഭം നീ ഓർക്കുക. വമിൻക, പ്രവാചകരെ താങ്കളിൽ നിന്നും, വമിൻ നൂഹിൻ, നൂഹ് നബിയിൽ നിന്നും, വ ഇബ്രാഹിം, ഇബ്രാഹിം നബിയിൽ നിന്നും, വ മൂസ വ ഈസ ബിൻ മറിയം, മൂസ ഈസ എന്നീ നബിമാരിൽ നിന്നെല്ലാം അലൈഹിമുസ്സലാത്തു വസ്സലാം അള്ളാഹു കരാർ വാങ്ങിയ സന്ദർഭത്തെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നു, വ അഖദ്നാ മിൻഹും മീസാഖൻ ഗലീദ, വല്ലാത്ത ശക്തമായ ഗൗരവമായ ഒരു കരാറാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരിൽ നിന്ന് സ്വീകരിച്ചത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എന്താണ് ആ കരാർ എന്ന് വ്യക്തമാക്കി ഇവിടെ പറഞ്ഞിട്ടില്ല. മറിച്ച് ഒരു കരാർ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിച്ചത്. ഖുർആനിൽ മറ്റ് പല സ്ഥലങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകരിൽ നിന്ന് വാങ്ങിയ, നബിമാരിൽ നിന്ന് വാങ്ങിയ കരാറുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആലി ഇമ്രാനിൽ വെച്ച്, എല്ലാ നബിമാരോടും നിങ്ങൾക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥത്തെ സത്യപ്പെടുത്തിക്കൊണ്ട് ഒരു റസൂല് വരാനുണ്ട്, അങ്ങനെ ഒരു റസൂല് വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കണം, അദ്ദേഹത്തെ സഹായിക്കണം. ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന എന്ന് നബിമാരിൽ നിന്ന് കരാറെടുത്ത സന്ദർഭത്തെ അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പേരെടുത്ത് പറഞ്ഞ 5 നബിമാരുടെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് സൂറത്ത് ഷൂറയിൽ അള്ളാഹു എടുത്ത മറ്റൊരു കരാറ്, അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി, നിങ്ങൾ മതത്തെ യഥാവിധി നിലനിർത്തുകയും വലാ തതഫറഖൂ ഫീഹി, അതിൽ ഭിന്നിക്കാതിരിക്കുകയും വേണം എന്നുള്ള കരാറുകൾ പരിശുദ്ധ ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതിനു പുറമെ റിസാലത്ത്, പ്രവാചകത്വം എന്ന ദൗത്യം തന്നെ വലിയൊരു കരാറാണല്ലോ, വലിയൊരു ഉത്തരവാദിത്വമാണല്ലോ. അത് പ്രവാചകരിൽ നിന്ന് വാങ്ങുക എന്ന് പറയുമ്പോൾ പ്രവാചകന്മാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നത് തന്നെ വലിയ ഉത്തരവാദിത്വമാണ്. അതവർ ഞങ്ങൾ ഏറ്റെടുത്തുകൊള്ളാം, ഞങ്ങൾ നിർവഹിച്ചു കൊള്ളാം എന്ന് സമ്മതിക്കുന്നതിലൂടെ ആ ഉത്തരവാദിത്വത്തിൻ്റെ ഭാരം കുറച്ചുകൂടി വർദ്ധിക്കുകയാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ മീസാഖൻ ഗലീദ എന്ന് പറഞ്ഞത്, ശക്തമായ ഒരു കരാർ, ഗൗരവമായ ഒരു കരാർ. ഇവിടെ മീസാഖൻ ഗലീദ എന്ന് അള്ളാഹു പ്രയോഗിച്ചത് പൊതുവെ അള്ളാഹു മനുഷ്യരിൽ നിന്നെടുത്ത കരാറുകളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു ഈ മീസാഖൻ ഗലീദ എന്ന് പ്രയോഗിച്ചത് മനുഷ്യന്മാർക്കിടയിൽ ഉള്ള കരാറുകളിൽ ഈ ഒരു പ്രയോഗം അള്ളാഹു പ്രയോഗിച്ചത് നമ്മൾ വിവാഹ കരാറിനെ കുറിച്ചാണ്. ഭാര്യാഭർത്താക്കന്മാരിടയിലുള്ള വിവാഹ കരാറിനെയും അള്ളാഹു മീസാഖൻ ഗലീദ എന്നാണ് സൂചിപ്പിച്ചത് എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കുക. അതുപോലെ ഈ ഒരു ആയത്തിൽ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അള്ളാഹു ഇവിടെ വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും, അമ്പിയാക്കളിൽ നിന്ന് അവരുടെ കരാറെടുത്തു എന്നല്ലാഹു മൊത്തത്തിൽ പറഞ്ഞു. അപ്പോൾ ആ അമ്പിയാക്കളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടു. ഇവിടെ പേരെടുത്ത് പറഞ്ഞ നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസ ഈസ അലൈഹിമുസ്സലാം അവരെല്ലാം പെട്ടു. പക്ഷേ എന്നിട്ടും അള്ളാഹു പ്രത്യേകം ഇവർ 5 പേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ കാലഘട്ടമനുസരിച്ച് തന്നെ അള്ളാഹു ഓർഡറിൽ പറയുകയാണ്. നൂഹ് നബി, പിന്നീട് ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി, പിന്നെ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 5 പേരെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞതിൽ അവർക്ക് ചരിത്രത്തിലും അള്ളാഹുവിൻ്റെ അടുത്തുമുള്ള വലിയൊരു മഹത്തരമായ സ്ഥാനത്തെയാണ് അതറിയിക്കുന്നത്. ഈ 5 പേര്, ഈ 5 നബിമാർക്ക് പറയുന്ന പേരാണ് നമ്മൾ പഠിക്കേണ്ടതാണ്, ഉലുൽ അസ്മ്. ഉലുൽ അസ്മ്, പ്രവാചകന്മാരിൽപ്പെട്ട ഉലുൽ അസ്മ് എന്ന് പറയുന്ന വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ എന്നുള്ളത് ഈ 5 പ്രവാചകന്മാരാണ്. അപ്പോൾ ഇവിടെ മൊത്തത്തിൽ നബിമാരെന്ന് പറഞ്ഞ് ഈ 5 പേരെ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞതിൽ ഇവർക്കുള്ള പ്രത്യേക സ്ഥാനത്തെ ആണ് അള്ളാഹു ഇവിടെ അറിയിക്കുന്നത്. അവിടെ കാലഘട്ടമനുസരിച്ച് അള്ളാഹു പറയുമ്പോഴും വമിൻക എന്ന് പ്രവാചകനെ അഭിസംബോധന ചെയ്ത് പറയുന്നത് ഏറ്റവും ഒന്നാമതാണ്. നൂഹ് നബിയേക്കാൾ മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തതിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ള സ്ഥാനത്തെയും ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് അള്ളാഹു പിന്നീട് ആ കരാർ എടുത്തതിൻ്റെ ഒരു യുക്തിയെപ്പറ്റി പറയുകയാണ്. അതായത് ആ പ്രവാചകന്മാർ യഥാർത്ഥത്തിൽ കൃത്യമായി ആ ഒരു പ്രബോധനം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തോ എന്നൊക്കെ, അതുപോലെ തന്നെ ആ പ്രബോധിത സമൂഹത്തെയും
ഈ പ്രവാചകന്മാർ കൃത്യമായി എത്തിച്ച് തന്നതിനെക്കുറിച്ചൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചോദിക്കുമെന്നുള്ള തരത്തിലാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീടുള്ള ആയത്തുകളിൽ വ്യക്തമാക്കുന്നത്. ലിയസ് അല സാദിഖീന അൻ സിദ്ഖിഹിം, സത്യവാന്മാരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്. ആ ചോദിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കരാർ എടുത്തിട്ടുള്ളത്. അൻ സിദ്ഖിഹിം, അവരുടെ സത്യസന്ധതയെപ്പറ്റി. ഇവിടെ സത്യവാന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രവാചകന്മാരെ കുറിച്ചാണ് ഇവിടെ പ്രധാനമായും ഇവിടെ വിശേഷിപ്പിക്കുന്നത്. പ്രവാചകന്മാർ സത്യസന്ധന്മാരാണ് എന്നും അള്ളാഹു അവിടെ വിശേഷിപ്പിക്കുകയാണ്. പ്രവാചകന്മാർക്കെതിരെ അവർ കളവ് പറയുന്നവരാണ്, വ്യാജം കെട്ടിച്ചമക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞവർക്കുള്ളൊരു മറുപടി എന്നോണം കൂടിയാണ്. അവർ സത്യസന്ധന്മാർ തന്നെയാണ്. അവരുടെ ആ സത്യസന്ധത അവർ നിർവഹിച്ചതിനെക്കുറിച്ച് അള്ളാഹു എന്നാൽ പരലോകത്ത് വെച്ച് ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ, അള്ളാഹു പ്രവാചകത്വം നൽകിയ ആളുകളോട് അള്ളാഹു നാളെ പരലോകത്തെ ചോദ്യം ചോദിക്കുന്നതാണ്. കൃത്യമായി എത്തിച്ചു കൊടുത്തു എന്നുള്ളത്. അവരെല്ലാവരും കൃത്യമായി എത്തിച്ചവർ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ വലനസ്അലന്നൽ മുർസലീൻ, ആ പ്രവാചകത്വവുമായിക്കൊണ്ട് അയക്കപ്പെട്ട ആ സമുദായത്തോടും പ്രവാചകന്മാർ അയക്കപ്പെട്ട ആ ഒരു സമുദായങ്ങളോടും അള്ളാഹു ചോദിക്കുന്നതാണ്. ഇവർ നിങ്ങൾക്ക് എത്തിച്ചു തന്നതല്ലേ, പിന്നെ നിങ്ങൾ അതിനെന്താണ് മറുപടി കൊടുത്തത് തുടങ്ങിയുള്ള ചോദ്യങ്ങൾ അള്ളാഹു ചോദിക്കുകയും വഅഅദ്ദ ലിൽ കാഫിരീന അദാബൻ അലീമ, ആ ഒരു സന്ദർഭത്തിൽ സത്യം നിഷേധിച്ച അവിശ്വാസികൾക്ക് അള്ളാഹു വേദനയേറിയ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അള്ളാഹു താക്കീത് നൽകുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തുള്ള വിചാരണയിൽ നാം ഏവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്.